+2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ കുട്ടികൾക്കും 100% വിജയം നേടിയ സ്കൂളുകൾക്കും മാതൃഭൂമിയുടെ ആദരം. കോതമംഗലം, തൊടുപുഴ, കട്ടപ്പന, മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലകളിലെ കുട്ടികൾക്കും സ്കൂളുകൾക്കുമാണ് എക്സലൻസ് അവാർഡ് ദാനം കോതമംഗലത്ത് വെച്ച് സംഘടിപ്പിച്ചത്. മാതൃഭൂമിയും എംബിറ്റ്സ് കോളേജും ചേർന്നാണ് കോതമംഗലത്തെ +2 പരീക്ഷയിൽ എല്ലാത്തിനും A+ നേടിയ കുട്ടികൾക്കും 100% വിജയം നേടിയ സ്കൂളുകൾക്കും ആദരമൊരുക്കിയത്. കോതമംഗലം, തൊടുപുഴ, കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലകളിലെ കുട്ടികൾക്കും സ്കൂളുകൾക്കുമായി സംഘടിപ്പിച്ച ചടങ്ങ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ വിദ്യാർത്ഥികൾ അതിവേഗം ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ളവരാണെന്നും അത് സമൂഹത്തിന് ഗുണപരമായി മാറ്റണമെന്നും ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. നാളെയുടെ ലോകത്തെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ളവരാണ് നിങ്ങൾ എന്ന് നിങ്ങൾ സ്വയം തെളിയിച്ചിരിക്കുകയാണ്. ചടങ്ങിൽ മുൻ ഇന്ത്യൻ വോളിബോൾ താരം കിഷോർ കുമാർ, ഗായിക മിൻമിനി, ചലച്ചിത്ര താരം മധു പുന്നപ്ര എന്നിവർ വിശിഷ്ട അതിഥികളായെത്തി. എംബിറ്റ്സ് കോളേജ് ചെയർമാൻ KP മാത്യു കുന്നശ്ശേരിൽ, സെക്രട്ടറി ബിനോയ് M തോമസ് മണ്ണഞ്ചേരിൽ, ട്രഷറർ ബിനു K വർഗീസ് കോമയിൽ, ഡയറക്ടർ ഡോക്ടർ ഷാജൻ കുര്യാക്കോസ്, പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് ജോർജ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ വിജയികൾക്കായി സംഘടിപ്പിച്ച ചടങ്ങ് പെരുമ്പാവൂർ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് ശക്തി സിംഗ് ആര്യ ഉദ്ഘാടനം ചെയ്തു. പഠനവും പരീക്ഷയുമൊക്കെ നിറഞ്ഞ ജീവിതത്തിൽ ആത്മാർത്ഥത വേണമെങ്കിലും അതിനായി അതീവ ഗൗരവം ആവശ്യമില്ലെന്ന് ശക്തി സിംഗ് ആര്യ പറഞ്ഞു. നടൻ അഖിൽ കവലയൂർ വിശിഷ്ടാതിഥിയായെത്തി. മാതൃഭൂമി സീനിയർ ന്യൂസ് എഡിറ്റർ S പ്രകാശ്, യൂണിറ്റ് മാനേജർ ഐശ്വര്യദാസ് എന്നിവർ പ്രസംഗിച്ചു. നൂതനമായ സാങ്കേതിക വിദ്യ ഈ ലോകത്ത് വളരുമ്പോൾ അതിനനുസൃതമായ വിവിധങ്ങളായ കോഴ്സുകൾ ഈ കോളേജിൽ ലഭ്യമാണ്. നല്ല കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനും അതിനെക്കുറിച്ചുള്ള അറിവ് കുട്ടികൾക്ക് നൽകുന്നതിനും വേണ്ടിയാണ് ഒരു കരിയർ ഗൈഡൻസും ക്ലാസും അതുപോലെ തന്നെ ഈ അവാർഡ് ദാന ചടങ്ങും ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.